ഹലോ. പുഷ്പക വിമാനം, പുഷ്പക വിമാനം, പുഷ്പക മീമാനം എങ്ങനെ വേണം പറയാം. അതിലെ പുഷ്പം പൂത്തോ എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണ്ട. ആദ്യത്തേത്, ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ ഒന്ന് ഇരുന്ന് ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടര മണിക്കൂറോളം ഏകദേശം ഉണ്ട്. 2 മണിക്കൂറിന് മുകളിൽ ഉണ്ട് തോന്നുന്നു. അതൊന്നും നോക്കാൻ പറ്റിയിട്ടില്ലേ, അങ്ങനത്തെ സാഹചര്യമായിരുന്നു. അപ്പൊ എന്തായാലും അതിനിടയിൽ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും കുറച്ച് ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ ആക്കിയിട്ടൊക്കെ ഒരു ഷോർട്ട് ഫിലിം ആയിട്ടെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്കത് ഒരു പക്ഷേ ആസ്വദിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, ഞാൻ ഈ റിവ്യൂ പറയുമ്പോൾ കുറേ ആൾക്കാർ വന്ന് കമന്റിൽ കുന്തളിപ്പ് കാണിക്കുന്ന എനിക്കറിയാം. അത് എല്ലാ സമയത്തും നടക്കാറുണ്ട്. ആ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ അത് ആരാണ് ഇത് ഇങ്ങനെ കമന്റ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. സിനിമ കണ്ട ആളുകൾ എന്തായാലും ഇടാൻ ചാൻസ് ഇല്ല. പക്ഷെ അല്ലാതെ കുറെ കമന്റുകൾ വരും. ആ കമന്റോട് പറയാനുള്ളത്, ഞാൻ ഈ സിനിമയ്ക്ക് പോകുന്നത് 160 രൂപ, ബുക്ക് ചെയ്ത് പോകുമ്പോൾ 160 രൂപ പ്ലസ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും പോകുന്നത്. ഞാൻ ഒരു ഏകദേശ സാഹചര്യം പറയണം. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, രണ്ടാള്, ഒരു ആളും അയാളുടെ സുഹൃത്തും പോവുകയാണെങ്കിൽ 100 രൂപ ടിക്കറ്റ് എണ്ണ അടിക്കുകയാണെങ്കിൽ അതിൽ 50 രൂപ രണ്ടാളും ഡിവൈഡ് ചെയ്തെടുക്കും, പാതി പാതി. ആ 50 രൂപ കൂട്ടിയാലും 210 രൂപ. ഇനി ചില സ്ഥലത്ത് 130 ടിക്കറ്റ് ഉണ്ട്, 150 ഉണ്ട്, 170 ഉണ്ട്. ഓക്കെ, ഏകദേശം ഒരു ആവറേജ് 200 രൂപ ഒരാൾക്ക് ചെലവാണ് ഒരു സിനിമ കണ്ടുവരാൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് ആ 200 രൂപ വലിയൊരു എമൗണ്ട് ആണ്. എത്ര പൊറാട്ട മേടിച്ച് കഴിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഒരു 1.5 ലിറ്റർ ഓയിൽ മേടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മേടിച്ചിരുന്നെങ്കിൽ അതിൽ എത്ര മത്തി പൊരിച്ച് തിന്നാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്നെ പോലെ ഈ പൈസയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വിലയുള്ള, എന്നാൽ നമ്മളത് ഒഴിവാക്കി അത് ചെലവാക്കി പോകുന്നത് ആ 2-2.5 മണിക്കൂർ ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് തോന്നണം ആ 200 രൂപ ചെലവാക്കിയതിന് ഗുണമുണ്ടായി എന്ന്. അല്ലെങ്കിൽ ആ പൈസക്ക് വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നു. നിങ്ങൾ സാധനം മേടിച്ച് കഴിക്കുക, ഒന്നും ചെയ്തില്ലെങ്കിലും മറ്റേതെങ്കിലും നല്ല സിനിമയ്ക്ക് ഉപയോഗിച്ചൂടെ? ഇല്ലടോ. അപ്പോ അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. അതല്ലാതെ ഈ 150ഉം 200 ഒക്കെ വെറും പേപ്പറിന്റെ വില മാത്രമുള്ള ആളുകൾക്ക് വരാം, കമന്റുകൾ എന്ത് വേണമെങ്കിലും ഇടാം, തെറി വിളിക്കാം, സ്വാഗതം ചെയ്യും. ഓക്കെ. ഇനി പറയാനുള്ളത്, എന്ത് അത് വേണ്ട, അത് ചിലപ്പോ മോശമായിപ്പോ. എന്ത് കോപ്പില പടമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വന്ദ സുട്ട സത്ത റിപ്പീറ്റ്, വന്ദ സുട്ട സത്ത റിപ്പീറ്റ്, വന്ദ സുട്ട സത്ത റിപ്പീറ്റ്, വന്ദ സുട്ട സത്ത റിപ്പീറ്റ്. ഇതന്നെ മാനാട് തന്നെ. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ പടം അവരെങ്ങനെ ചെയ്തു വെച്ചിരിക്കണമെന്നെങ്കിലും നോക്കണ്ടോ അല്ലേ? അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററോടും ഡയറക്ടറോടും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഭാവിയിൽ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, നല്ലതായിട്ട് സ്ക്രിപ്റ്റുകൾ എഴുതാൻ പറ്റട്ടെ, പക്ഷെ ഇമാതിരി വരാതും കൊണ്ട് ദയവേത് വരരുത് എന്നൊരു അപേക്ഷ കൂടി ഇതിന്റെ കൂട്ടത്തിൽ വെക്കുന്നു. അത്രയ്ക്ക് അരോചകമായിരുന്നു സിനിമ കണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഏകദേശം ഫസ്റ്റ് ഹാഫിന്റെ ഒരു 1/4 ഭാഗം വരെ ബോറിന്റെ ആയിരുന്നു, അത് വേറെ കാര്യം, നല്ലതൊന്നുമല്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് സെയിം സാധനം റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ, ഞാനിപ്പോ ഇത് സ്പോയിലർ ഒന്നുമല്ല കേട്ടോ, ടൈം ലൂപ്പാണ്. ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഒരു ടൈം ലൂപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയാണ് സയൻസ് ഫിക്ഷൻ, ഫാന്റസി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ അത്തരത്തിലൊരു സാധനം ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ്. ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് ഈ ഡ്രസ്സാണ്, ഈ കളർ ഡ്രസ്സാണ്, എന്റെ കയ്യിൽ ഇങ്ങനെ വാച്ച് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഞാൻ ടൈം ലൂപ്പിൽ പെട്ടു. വീണ്ടും ഞാൻ തന്നെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ വെള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അല്ല, കാണുന്ന പ്രേക്ഷകന് മനസ്സിലാവുമല്ലോ, നേരത്തെ ഇയാൾ വേറെ ഡ്രസ്സായിരുന്നു, ഇപ്പൊ വെള്ള ഡ്രസ്സാണ്, ടൈം ലൂപ്പാണ്. മാറിയപ്പോ ഇയാൾ ഒരു മിനിറ്റിന്റെ 2 മിനിറ്റിന്റെ വ്യത്യാസം വന്നപ്പോൾ ഞാൻ എന്റെ സാഹചര്യം മാറി, ഞാൻ വേറെ ഡ്രസ് ഇട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കാണിച്ചു തരാണ്. അത് സ്ക്രീന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് തന്നെ കാണിച്ചു തരാം. നേരത്തെ ഇയാൾ ഇന്ന ഡ്രസ്സായിരുന്നു കേട്ടോ, നേരത്തെ ഇയാൾ വന്നപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ ടൈം ലൂപ്പിൽ വന്ന് ഞാൻ ഇപ്പൊ ഒരു പച്ച ബനിയൻ ഇട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒന്നും ഇടാതെ വരികയാണ്. എന്നിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യുന്നു, 3 കാണിക്കുന്നു. നേരത്തെ ഇയാൾ വെള്ള ബനിയനായിരുന്നു, അതിന്റെ മുമ്പത്തെ ഈ കളർ ഡ്രസ്സായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇയാൾ പച്ചയാണ് കേട്ടോ, ടൈം ലൂപ്പാണ് കേട്ടോ, മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, ഞങ്ങൾ ചോദിച്ച, അല്ലെങ്കിൽ ഞങ്ങൾ പൊട്ടനാണ്? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണ ഈ പ്രേക്ഷകര് പൊട്ടന്മാരായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അല്ല, ആണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ക്ലാസ് എടുത്തെടുക്കുന്ന പോലെ ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യണം ഓരോ കാര്യങ്ങൾ. റിപ്പീറ്റ് അടിച്ച് നടന്ന സംഭവം തന്നെ വീണ്ടും 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 ഇങ്ങനെ വലിപ്പിച്ച് ലാഗ് അടിപ്പിച്ച്. അത് ഇവർക്ക് ആകെ ചെറിയൊരു സാധനമാണ് ഇവരെ മൈൻഡിലുള്ളത്, അതെന്നെ കൊള്ളൂല. അതവർക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടല്ലോ സിനിമ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു സാധനത്തിനെ വീണ്ടും 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 ഇങ്ങനെ വലിപ്പിക്കുക. അത് ഏകദേശം ആദ്യത്തെ കുറച്ച് സമയത്ത്, ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഹാഫ്, അത് 1/4 ഭാഗം എന്തോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം. ഐ മീൻ,
കഥ ഡിഫറെന്റ് അല്ലേ, അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ നടക്കുന്ന ഇവർ എടുത്തു വെച്ച സിനിമയിൽ നിന്ന് മാറ്റി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം, കാരണം ബാക്കിയൊക്കെ ഒരേപോലെ സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ആയ ഒരു സാധനം തുടക്കത്തിലാണുള്ളത്. ആ ഒരു സാധനം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പറയാനുള്ള ചെറിയൊരു തീമേ ഉള്ളൂ. ആ തീമിലേക്ക് ഇവർ എത്തിക്കാൻ വേണ്ടി 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ തികയ്ക്കാൻ വേണ്ടി നടന്ന സാധനം തന്നെ നടക്കുന്നു, വീണ്ടും അത് തന്നെ നടക്കുന്നു, വീണ്ടും അത് നടക്കുന്നു. ലൂപ്പാണ്. അത് നടക്കേണ്ടതല്ല പറയുന്നത്. പക്ഷെ അത് എടുത്തു വെക്കുന്ന ഒരു രീതിയില്ലേ. നമ്മൾ എത്ര ടൈം ലൂപ്പ് സിനിമകൾ കാണുന്നതാണ്, നമ്മൾ എത്ര ഇതൊരു ടൈം ട്രാവലർ സിനിമകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഫാന്റസി ഫിക്ഷൻ സയൻസ് ഫിക്ഷൻ പടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന പ്രേക്ഷകരാണ്. പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല. ഇത് 2010 മുമ്പാണ് ഇയാളുടെ ചിന്ത മുഴുവനുള്ളത്. ഞാൻ സിനിമ കാണുന്ന സമയത്ത് ആരോ ഒരാൾ പറഞ്ഞു, സാമ്രാജ്യം സിനിമയുടെ ഒക്കെ പ്രൊഡക്ഷനുള്ള ആ ടീം തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്തോ പറഞ്ഞു. എനിക്ക് കറക്റ്റ് ആയിട്ട് ഏത് സിനിമയെന്ന് ഓർമ്മയില്ല. എന്തായാലും അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രൊഡ്യൂസേഴ്സും ആ എഴുത്തുകാരൊക്കെ ഇരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ആൾക്കാർ ആ മൈൻഡിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇവര് ഈ കാണിച്ച പോലെ ടൈം ലൂപ്പ് സംഭവിച്ച ആ വർഷത്തിൽ പോയി അന്ന് എഴുതിയതാണ് ഈ കഥ, ഇപ്പൊ സിനിമ സംഭവിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അതാണ്, അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്രയും ചളിയാക്കിയിട്ടാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു തീം അല്ലെങ്കിൽ നല്ലൊരു സാധനം അവര് ഒരു പരീക്ഷണ ചിത്രത്തിന് വേണ്ടി അവര് എന്താ പറയാ ഒരു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രേക്ഷകനെ പരീക്ഷിക്കണ പോലെ ആയി പോയി എന്നുള്ളതാണ് സത്യം. പ്രേക്ഷകന്റെ ക്ഷമ പരീക്ഷിക്കുന്ന പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സിനിമകളൊക്കെ നമുക്കൊരു മലങ്കൾട്ട് ആണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആസ്വദിക്കാൻ പറ്റും. അത്തരത്തിൽ ആസ്വദിച്ചു. പിന്നെ കാണുന്ന ഒരു കാര്യം പിന്നെയും പറയാനുള്ളത്, ഈ സിനിമയ്ക്ക് നിങ്ങൾ പോകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കളുമായി നല്ല കൗണ്ടർ അടിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാം, എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഞാൻ അത്തരത്തിലാണ് ഇത്തരം സിനിമകളൊക്കെ കൂടുതലും കാണാറുള്ളത്. കപ്പൽ മാത്രമാണ് ഞാൻ പെട്ടുപോയത്. അപ്പൊ ബാക്കി എല്ലാ സിനിമകൾക്കും ഞാൻ ഇങ്ങനെയാണ് പോവാറുള്ളത്. അത് ഞാൻ വളരെ ആസ്വദിച്ച് കാണാറുമുണ്ട്. അപ്പൊ അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ആ ഒരു 2-2.5 മണിക്കൂർ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് നല്ലൊരു മലങ്കൾട്ട് സാധനം കണ്ടു എന്നുള്ളൊരു ഫീലെങ്കിലും ഒരു പക്ഷെ കിട്ടാനുള്ള സാധ്യത. വരുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞങ്ങളും കഴിച്ചിരുന്നു, നല്ല അടിപൊളി സദ്യ, അതൊക്കെ വയറ് കിടക്കുന്നതുകൊണ്ട് ഒരു സന്തോഷം ഇവിടെ ഉണ്ട്. പക്ഷെ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് ലോകവിഡിത്തമായിരിക്കും. ആൻഡ് ഇതില് നമ്മുടെ ബേസിലില്ലാത്ത സിനിമയല്ല വേറെ കാര്യം. ബേസിലിന്റെ ക്യാരക്ടർ ഒരു നൈസ് ക്യാരക്ടറാണ്. അത് നിങ്ങൾക്ക് അറിയിച്ചുണ്ട്. ആ ക്യാരക്ടറിനെ മാക്സിമം എന്താ പറയാ ലുക്ക് വൈസ് കൊളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും മൊത്തം സിനിമ എടുക്കുമ്പോൾ ബേസിൽ വരുന്ന രംഗങ്ങളിലുള്ള കുറച്ച് ആ തുടക്കത്തിലെ വരുന്ന കാര്യം ബോറായിരുന്നു. അതിന് ശേഷമുള്ള കുറച്ച് സസ്പെൻസ് സ്ഥാനങ്ങളൊക്കെ ഉണ്ട്, അത് നന്നായിരുന്നു. അത് നായകനുമായിട്ട് വരുന്ന കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട് അവിടെ. പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയത് നമ്മുടെ പുള്ളിക്കാരന്റെ പേര് എനിക്ക് ബാലു വർഗീസ്, പുള്ളിക്കാരനായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എൻഡിൽ വീണ്ടും അവർ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കൊളാക്കിയിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ കുറെ ആവശ്യമില്ലായിരുന്നു. ഈ സിനിമ തന്നെ ആവശ്യമില്ലായിരുന്നല്ലോ, പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് സിനിമ കാണിച്ചു വെച്ചത്. ആൻഡ് പറയേണ്ടത്, എടുത്ത് പറയേണ്ട ഒരു സാധനമുണ്ട്, BGM ഓന് ഉസാറാണെന്നൊക്കെ പറയുന്നത്. ഓന് ഉസാറാണെന്നൊക്കെ പറയുന്നുണ്ട് പാട്ടില്. ഞാൻ വെറുതെ പറയണല്ല സുഹൃത്തുക്കളെ, വെറുതെ പറയണല്ല. നിങ്ങൾ കണ്ട് കാണണമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയി കാണണ്ട. അപ്പോ അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റും പാട്ടും. പിന്നെ BGM പറയുമ്പോൾ വേറെ കാര്യമുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ഇംഗ്ലീഷ് കുറച്ച് സംഭവങ്ങളുടെ ഒരു പാട്ട്, അത് നൈസാണ് ഉള്ളത് പറയാനല്ലോ. അത് നൈസായിരുന്നു. 2-3 സ്ഥലങ്ങളിൽ ആദ്യം എഴുതി കാണിക്കുന്ന സമയത്തുള്ള കുറച്ച് പരിപാടി, ഇന്റർവെല്ലിന്റെ സമയത്ത് പാടുന്ന കുറച്ച് അത് ബോളാണ്. ലാസ്റ്റ് എൻഡിലേക്ക് കാണിക്കുന്ന കുറച്ച് സംഭവങ്ങൾ, അതൊക്കെ ആ പാട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഒരു കറക്റ്റ് മൂഡിലേക്ക് കൊണ്ടുവരാൻ അതിന് മാത്രം സാധിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ലോക മോശമായിരുന്നു. ആൻഡ് ക്യാമറ ഫ്ലാറ്റ് ആയിട്ടുള്ള ക്യാമറ, പല സ്ഥലത്തും ഫോക്കസ് ഔട്ട് ആവുന്നത്. പിന്നെ സ്ക്രീനിന്റെ വിഷയമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഈ സ്ക്രീനിൽ ഞാൻ എപ്പോൾ കാണുമ്പോഴും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ബിജുമേന്റെ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഒരു പക്ഷേ ഞാൻ കണ്ട സ്ക്രീനിന്റെ പ്രശ്നമായിരിക്കും, അതുകൊണ്ട് ഞാനത് കുറ്റമായിട്ട് പറയുന്നില്ല. പക്ഷെ ഷോട്ടുകളൊക്കെ ഇനി പറഞ്ഞ പോലെ പഴയ ടൈപ്പ് വണ്ടി ചേസ് ചെയ്യണത്, എന്താ പൊന്നേ ഭ്രാന്ത് വലുത് കണ്ടു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ആലോചിക്കും, ഇന്റെ 150, ഇന്റെ 210, ഇന്റെ 300 അവിടെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചാല് ആ വയറ് കിടക്കുന്ന അതുപോലെ നമുക്കൊരു സമാധാനം തരില്ല. കാരണം ഞാനിത് കഴിച്ചു, എന്റെ വയറിൽ ഇത് കിടക്കുകയാണല്ലോ എന്നുള്ള പോലും നമുക്ക് ഓർമ്മയില്ല. കാരണം ഈ സിനിമ ആണ് നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ ഞാൻ കഴിച്ചു, അത് കുറച്ച് നമ്മൾ പുറം തള്ളണല്ലോ എന്നുള്ള സങ്കടമാണ് വരിക. എല്ലാം ഒരു സങ്കടമയം അതാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. പിന്നെ ഇവർക്കൊന്നും വാതൊന്നും പറയാൻ കഴിയില്ല. അങ്ങനുണ്ട്. വണ്ടിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വണ്ടിന്ന് ഇറങ്ങണം. എന്താണ് കാര്യം പറ, നീ ഇറങ്ങ്, എന്നാലും കാര്യം കൊന്നാലും ഞാൻ കാര്യം പറയില്ല. വാതിൽ തുറക്കൂടാ പൊട്ടി എന്ന് പറയില്ലേ മറ്റേ സിനിമയിൽ നമ്മുടെ പപ്പുചേട്ടൻ, ആ മാതിരിയാണ്. എന്നെ കൊന്നാലും ഞാൻ വാ തുറന്ന് കാര്യം പറയില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ
ഇങ്ങനൊരു സാധനം ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഒരു പരീക്ഷണാർത്ഥം ഒരു സിനിമ കൊണ്ടുവരാ, ചില സിനിമ വന്നിട്ടുണ്ടെങ്കിലും അത്തരത്തിലൊരു സാധനം കൊണ്ടുവരിക എന്നുള്ളതൊക്കെ നിങ്ങളുടെ നല്ല നല്ല ചിന്തകളാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ മാത്രം പോരാ, അത് എങ്ങനെ നന്നാക്കാം എന്ന് കൂടി ചിന്തിക്കാൻ അറിയണം. അത് എങ്ങനെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാം, എങ്ങനെ സിനിമയാക്കാം, എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു പടം ചെയ്യാൻ. ഇതിങ്ങനെ ചിന്ത ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് അത് അതുപോലെ ഡയറക്റ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പിന്നെയും പിന്നെയും പറയാനുള്ളത്, ഇനി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ പ്രേക്ഷകൻ ഒരുപാട് മാറിയിട്ടുണ്ട്. കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുത്താലും ബോറില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും. ഇത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കാം. അത്രയ്ക്ക് ബോറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ആ സിനിമകളൊക്കെ, സോറി ആ സീനുകളൊക്കെ. അപ്പോൾ അത് ഭയങ്കര മോശമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾ കാണിക്കരുത്. ഇത് കാണുന്ന ആൾക്ക് അറിയാം. നിങ്ങൾ തുടക്കത്തിൽ കാണിച്ചിട്ട് പിന്നെ എൻഡ് കാണിക്കുമ്പോഴാണ് ഈ കുഴപ്പമില്ല. ഇതൊരു സീൻ നടന്നിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പുള്ള, അപ്പൊ പിന്നെയും ഈ സാധനം തന്നെ നടക്കാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഇത് കാണിച്ചു തരേണ്ട ആവശ്യം എന്താ? നമ്മളിത് കാണുന്നുണ്ട്, നമുക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. ഇത് അല്ല, ഇനിയിപ്പോ ചിലപ്പോൾ ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തായാലും ഈ പടം കണ്ടപ്പോൾ ഒരു കിളി മാറി എന്നാണ് കാണുന്നത്, ഇവർക്ക് ഒരു കുന്തം മനസ്സിലായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇവർക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഇരിക്കുക, എന്നാൽ പിന്നെ പിന്നെയും പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതാണോ എനിക്കറിയില്ല. എന്തായാലും 2.5 ഔട്ട് ഓഫ് 10 അത്രേ ഉള്ളൂ. പാട്ടിന് വേണമെങ്കിൽ ഒരു 3.5 കൊടുക്കാം. എന്നെ സംബന്ധിച്ചിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് തെറി പറയാൻ കമന്റിൽ വരുന്ന ആളോട് വീണ്ടും പറയാണ്, ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ പോലെ സാധാരണക്കാരനായ, പൈസ കൊടുക്കുന്ന പൈസക്ക് നല്ല വിലയുള്ള, അതിനുള്ള മുതൽ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ മാത്രം കാണണമെന്നേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ